ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ചക്ക വെട്ടി വൃത്തിയാക്കി ചുളകളെല്ലാം അതിൻ്റെ ചവണിയും കുരുവും പാടയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ലേശം ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തു. അതിനകത്തേക്ക് ചേർക്കാനായിട്ട് ചെറിയ ചുവന്നുള്ളി, കാന്താരി മുളക് എന്നിവ കല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ച് വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ, ചുവന്നുള്ളിയുടെ കൂടെ. ചുവന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകോ വേറെ ചുവന്ന മുളകോ എന്ത് വേണം എടുക്കാം. നന്നായിട്ട് ചതച്ചിട്ട് ചക്ക നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് തേങ്ങ വേണം. തേങ്ങയിൽ ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളികളും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. തേങ്ങയൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ചക്കപ്പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ഉപ്പിട്ട് വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഈ മുളകും തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ആ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വാങ്ങാൻ നേരത്ത് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയാൽ മതി. 2 രീതിയിലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. എനിക്കിതാണ് കുറച്ചുകൂടെ കൂടി എളുപ്പമായിട്ട് തോന്നിയത്. ചക്ക വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ എടുത്ത് ചക്കപ്പുഴുക്ക് റെഡിയാക്കാവുന്നതാണ്.